നമുക്ക് കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരുന്ന മാൻ ഇൻ ദ കവനന്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ ആ ഒരു ഉടമ്പടിയെ കുറിച്ചാണ്. ദ കവനന്റ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ ഉടമ്പടി എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ വീണ്ടെടുപ്പിന്റെ ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റർ ചെയ്ത ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കവനന്റ് ആണ്. ആ കവനന്റ് അനുസരിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ രക്ഷയിൽ പ്രത്യേകമായ റോളുകളുണ്ട് എന്ന് നമ്മൾ കണ്ടു. പിതാവ് പുത്രനെ അയക്കുകയും പുത്രൻ നമുക്കായി മരിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. പിതാവ് പുത്രൻ അതിനു വേണ്ടിയുള്ള എല്ലാം ഒരുക്കി കൊടുക്കുന്നു. പിതാവ് പുത്രനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ ആ യാഗത്തിന് എന്താ പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നു. ഇന്ന് നമ്മൾ ആകുന്ന ആ കൂട്ടായ്മയായ സഭയെ എക്വിപ്പ് ചെയ്യുന്നു, വചനം നൽകുന്നു, ആത്മാവിനെ നമ്മളെ ഗൈഡ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡിവൈൻ കവനന്റ്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഡിവൈൻ എഗ്രിമെന്റിന്റെ ഭാഗമാണ്. ഇത് നമുക്ക് എഗ്രിമെന്റ് ആയിട്ട് കാണാൻ പറ്റും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്, പിതാവ് പറയുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ആ ഒരു കവനന്റിന്റെ ഭാഗമാണ്. ദേ ഹാവ് ആൻ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് ആണ് നമ്മൾ കാൽവരി ക്രൂസിൽ കാണുന്നത്. ഈ ഒരു എഗ്രിമെന്റ് നമ്മൾ കാണുമ്പോൾ തന്നെ ഈ എഗ്രിമെന്റിൽ നിന്ന് പുറപ്പെടുന്ന വേറൊരു കവനന്റ് ഉണ്ട്. അത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള കവനന്റാണ്. ഈ ദൈവത്തിന് ഇടയിലുള്ള കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യരുമായി ഒരു കവനന്റിൽ ഏർപ്പെടുന്നു. ദൈവം മനുഷ്യരുമായി ഒരു കവനന്റിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. കൃപയുടെ ഉടമ്പടി. മറ്റേത് വീണ്ടെടുപ്പിന്റെ ഉടമ്പടിയാണ്, ഇത് കൃപയുടെ ഉടമ്പടിയാണ്. കൃപയുടെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായിട്ട് ദൈവം ഡീൽ ചെയ്യുമ്പോഴെല്ലാം ആ കൃപയിലാണ് ഡീൽ ചെയ്യുന്നത്. ഈ കൃപയിലുള്ള ദൈവത്തിന്റെ ഡീലിംഗ് അനുസരിച്ചുള്ള ദ കവനന്റ് ഓഫ് ഗ്രേസ്, കൃപയുടെ ഉടമ്പടി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങൾ കാണാനുണ്ട്. ഒരു ഉടമ്പടിയില് എപ്പോഴും രണ്ടുപേരും, ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഏത് ഉടമ്പടി വേണമെങ്കിലും അതിനകത്ത് അറ്റ്ലീസ്റ്റ് രണ്ടുപേരുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇരുന്നൊരു ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ആണ് ത്രിയേക ദൈവം തമ്മിലാണ് ഉടമ്പടി. അതുപോലെ ദൈവവും മനുഷ്യരും തമ്മിലൊരു ഉടമ്പടിയുണ്ട്. കോൺട്രാക്ടിങ് പാർട്ടീസ് എന്ന് പറയും. ആരാണ് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്? ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, സാധാരണ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നവർ തമ്മിൽ തുല്യരായിരിക്കും. രണ്ട് തരത്തിലുള്ള കോൺട്രാക്ട്സ് ആണല്ലോ. ഒന്ന് കോൺട്രാക്ട്സ് ബിറ്റ്വീൻ ദ ഈക്വൽസ്, മറ്റൊന്ന് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ വിക്ടോറിയസ് ആൻഡ് ദ വാൻക്വിഷ്ഡ്. അതായത് യുദ്ധം കഴിയുമ്പോൾ ജയിച്ചയാളും തോറ്റയാളും തമ്മിലുള്ള ഒരു കവനന്റ് ഉണ്ട്. അപ്പൊ ഒരാൾ സുപ്പീരിയറും ഒരാൾ ഇൻഫീരിയറും. എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ ഏർപ്പെടുന്ന കരാറിൽ രണ്ടുപേരും തുല്യരായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കർത്താവിന്റെ കവനന്റിനെ കുറിച്ച് കാണുമ്പോൾ മനുഷ്യരുമായിട്ടുള്ള കവനന്റ് ദൈവം എപ്പോഴും ഇടപെടുന്ന ഗ്രേസിലാണ്, കൃപയിലാണ്. കൃപയിൽ കർത്താവ് നമ്മോട് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അതിനകത്തൊരു കോൺട്രാക്ടിങ് പാർട്ടി ആണെങ്കിലും നമുക്ക് ഇതിന്റെ ടേംസും കണ്ടീഷൻസ് ഒന്നും പറയാനുള്ള റൈറ്റ് ഇല്ല. വി ഡു നോട്ട് ഡിസൈഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇന്ന് പലപ്പോഴും സഭകളിൽ നമ്മളാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുന്നത്. മറ്റു ജനങ്ങളോട് പറയും ഇത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ബട്ട് ദൈവവും മനുഷ്യരും തമ്മിലുള്ള കവനന്റിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല. അത് ദൈവം തന്നെയാണ് ആ കവനന്റിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വേണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന് ദൈവം ഒരിക്കലും നമ്മുടെ സഹായം തേടുകയോ നമ്മുടെ അഭിപ്രായം ചോദിക്കുകയോ ചെയ്യുന്നില്ല. He acts as the sovereign king in deciding how to distribute or dispense the salvation or dispense the grace or dispense the covenant. എങ്ങനെയാണ് ഈ ഉടമ്പടി മനുഷ്യരിലേക്ക് ഡിസ്പെൻസ് ചെയ്യേണ്ടതെന്നുള്ളത് ദൈവം അവന്റെ സോവറിറ്റിയിലാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവം മനുഷ്യരുമായിട്ട് കവനന്റിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എല്ലാ ഉടമ്പടിയിലും നമുക്കറിയാം, ബൈബിളിൽ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ ഈ ഉടമ്പടികൾ നമുക്ക് കാണാം. പിന്നെ നോഹയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷെ ഇതിലൊന്നും
ഇതിലൊക്കെ നമ്മൾ ഒരു നിഴല് പോലെ കാണുന്നുണ്ട് എന്ത് കവനന്റ് ഓഫ് റിഡംഷൻ. അതായത് ഈ ദൈവം തമ്മിൽ തന്നെ ഉണ്ടാക്കിയ ഉടമ്പടി, അതിന്റെ ഒരു നിഴല് ഈ ദൈവം മനുഷ്യരുമായി ഉണ്ടാക്കുന്ന എല്ലാ കവനന്റിലും കാണാം. അതായത് ആദമിനോട് പറയുമ്പോഴും നോഹയോട് പറയുമ്പോഴും എല്ലാം ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹവും അവരെ രക്ഷിക്കാനുള്ള ആഗ്രഹവും പ്രകടമാണ്. അപ്പൊ ദൈവത്തിന് മനുഷ്യരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടെന്നും അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഈ ഉടമ്പടികളിലൂടെ എല്ലാം വ്യക്തമാകുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഉടമ്പടി എന്ന് പറയുന്ന ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ്. അതിനകത്ത് കവനന്റ് ഓഫ് ഗ്രേസിനകത്ത് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്വം എന്ന് പറയുന്നത് ഗോഡ് ഗ്യാരണ്ടീസ് ദ ബ്ലെസ്സിങ്സ് ഓഫ് സാൽവേഷൻ ടു ഓൾ ഹു ബിലീവ്. വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയുടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ വേണ്ടിയുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ് ശരിക്കും കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു ഉടമ്പടിയാണ്. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ എല്ലാ കവനന്റിനും 2 വശങ്ങളുണ്ട്. 2 വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രോമിസസ് ആണ്, വാഗ്ദത്തങ്ങൾ. മറ്റൊന്ന് റിക്വയർമെന്റ്സ് ആണ്. അതായത് ചില വാഗ്ദത്തങ്ങളുണ്ട് നമുക്ക്, പക്ഷെ ചില കാര്യങ്ങൾ റിക്വയർമെന്റ്സ് ആയിട്ടുണ്ട്. എല്ലാ കവനന്റും അങ്ങനെയാണ്. നമ്മൾ പഴയ നിയമത്തിലെ കവനന്റ് നോക്കിയാലും മോശെ നിയമം കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ ഇത് അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ഇത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ പ്രോമിസസ് ദൈവം നിറവേറ്റും, കണ്ടീഷണൽ. ഓക്കെ, അപ്പോൾ എല്ലാ ഉടമ്പടിയിലും 2 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ, ഒന്ന് വാഗ്ദത്തങ്ങളാണ്, ഉടമ്പടി സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾ. മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് 2 ചേരുന്നതാണ് ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. ഈ കൃപയുടെ ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു വർക്കിന്റെ, അതായത് പ്രവൃത്തിയുടെ ഒരു ഉടമ്പടി അല്ല. എന്നാൽ പോലും അതിനകത്ത് റിക്വയർമെന്റ്സ് ഉണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉടമ്പടിയിൽ റിക്വയർമെന്റ്സ് ഉണ്ട്. എന്നാൽ അത് വർക്കിന്റെ ഉടമ്പടിയല്ല. അതിനകത്ത് ഒരു വർക്കും ദൈവം ആവശ്യപ്പെടുന്നില്ല. റിക്വയർമെന്റ്സ് ഉണ്ട്, പക്ഷെ വർക്ക് ആവശ്യപ്പെടുന്നില്ല. അതായത് മെറിറ്റ് ഉണ്ടാക്കുന്ന ഒരു വർക്കും ഈ കവനന്റിൽ മനുഷ്യന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഈ കവനന്റിനകത്ത് അവൻ മെറിറ്റോറിയസ് ആകാൻ, അതായത് ചേസ് എന്ന് പറയുന്ന ഒരാള് ദൈവത്തോട് കൂടുതൽ ഫേവറിലാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കവനന്റിന്റെ ബ്ലെസ്സിങ്സിനോട് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു വർക്കും ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. ഓക്കെ, അപ്പൊ ഈ കവനന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ ഗ്രേസ്, നോട്ട് ബേസ്ഡ് ഓൺ വർക്ക്സ്. പക്ഷെ അവിടെ റിക്വയർമെന്റ്സ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്. എന്നാൽ അതിനകത്ത് വർക്ക് ടു മെറിറ്റ് ഇല്ല. മെറിറ്റോറിയസ് ആയിട്ടുള്ള വർക്ക് ഇല്ലെങ്കിലും നമ്മൾ ഈ കവനന്റ് ഓഫ് ഗ്രേസിനകത്ത്, അതായത് നമ്മൾ കർത്താവ് നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കുന്ന ആ കവനന്റ് ഓഫ് ഗ്രേസിനകത്ത് നമുക്ക് റിക്വയർമെന്റ്സ് ഉണ്ട്, അതുപോലെ നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ബട്ട് നമ്മുടെ പ്രവൃത്തികളൊന്നും മെറിറ്റോറിയസ് അല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ആഡ് ടു മൈ മെറിറ്റ് ഓഫ് ബീയിങ് ഇൻ ദാറ്റ് കവനന്റ്. പക്ഷെ റിക്വയർമെന്റ്സ് ഉണ്ട്. It is not just a passive covenant. It is an active covenant where both parties are actively involved and actively working. Okay. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിക്വയർമെന്റ്സ് ഫോർ സാൽവേഷൻ, റിക്വയർമെന്റ്സ് നമുക്ക് രക്ഷയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ്, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡ്യൂട്ടീസ്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കവനന്റിന്റെ ഭാഗമായിട്ട് ആ റിക്വയർമെന്റ്സും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കവനന്റിന്റെ ഗ്രേസ് കവനന്റ് ആക്കി മാറ്റുന്നത്. ഞാൻ രക്ഷപ്പെടാൻ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി, ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി, ഞാൻ ചെയ്യേണ്ടതെല്ലാം കർത്താവ് തന്നെ അവന്റെ പുത്രനിലൂടെ, ദൈവം സ്വർഗത്തിലിരുന്ന് കുറച്ച് പ്രോമിസസ് തരുമല്ല ചെയ്യുന്നത്, എന്റെ റിക്വയർമെന്റ്സ്, ഞാൻ ചെയ്യേണ്ട റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി പുത്രനെ അയക്കുകയും ആ പുത്രൻ എന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട്
ഈ കവനന്റിലെ എന്റെ ഭാഗം പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. The Son fulfills my part in that covenant. വെരി ഹെവി റിക്വയർമെന്റ്സ് ആണ് രക്ഷയ്ക്കായിട്ടുള്ളത്. പക്ഷെ ഞാനല്ല അത് പൂർത്തിയാക്കുന്നത്. അത് പൂർത്തിയാക്കാൻ വേണ്ടി ഈ ഡിവൈൻ കവനന്റിന്റെ ഭാഗമായിട്ട്, വീണ്ടെടുപ്പിന്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് യേശു ക്രിസ്തു നമുക്കായി അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഞാൻ CSIക്കാരുടെ കോമൺ വർഷിപ്പ് വായിച്ച് ആ ബുക്ക് വായിച്ചപ്പോൾ ആ പ്രാർത്ഥന എന്നത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്നേക്കുമായി ദൈവവുമായിട്ടുള്ള നമ്മുടെ പ്രതിശാന്തിയെ തികച്ചിരിക്കുന്നു, നമ്മെ പരിപൂർണരാക്കിയിരിക്കുന്നു. വി ആർ പെർഫെക്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് എപ്പം മരിച്ചാലും നമ്മൾ പെർഫെക്റ്റ് ആണ്. വി ആർ ഓൾവേസ് പെർഫെക്റ്റ്. കാരണം ഇതിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടേതല്ല, ക്രിസ്തുവിൻ്റെതാ. ക്രിസ്തുവാണ് അത് നമുക്കായി പൂർത്തീകരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഇതിനകത്തുണ്ട്, ഈ നമുക്ക് വേണ്ട റിക്വയർമെന്റ്സും കൂടെ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളും തരുന്നു. ഇവിടെ ഒരു കാര്യം മാത്രം ഒരു മനുഷ്യന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്, അത് ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത്, വിശ്വാസം ഇൻ ദാറ്റ് കവനന്റ്. ഈ റിക്വയർമെന്റ്സ് എല്ലാം പൂർത്തിയാക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ ഫെയ്ത്ത് ആണ് നമ്മളെ അതിൽ ഓഹരിക്കാരാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ കവനന്റ് ഓഫ് ഗ്രേസിന്റെ വിവിധമായ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ കവനന്റ് വിശ്വാസത്താൽ നമ്മൾ നേടുകയും ഈ കവനന്റ് അനുസരിച്ച് ജീവിക്കുകയും, ദാറ്റ് മീൻസ് വിശുദ്ധമായി ദൈവത്തെ അനുസരിച്ച് ഭയപ്പെട്ട് ജീവിക്കുകയും വേണം. ഈ വിശ്വാസത്തിനായി അന്ത്യം വരെയും പോരാടുകയും വേണം. നമ്മൾ ഓരോ ദിവസവും ഓരോ മോമെന്റിലും ആ ഫെയ്ത്തിൽ ജീവിക്കുകയും വേണം. നമ്മൾ പ്രതിസന്ധികളിലൂടെ പോകുമ്പം, നേരത്തെ ബിജു ബ്രദർ പറഞ്ഞ പോലെ മാനസികമായ പ്രയാസങ്ങളിലൂടെ പോരാട്ടത്തിന്റെ ഫീൽഡിലൂടെ കടന്നു പോകുമ്പോൾ ശാരീരികമായ ആക്രമണം, ഞാൻ ചിന്തിക്കുന്നത് ഒരു 90% പോരാട്ടങ്ങളും മാനസികമാണെന്നാണ്. കാരണം ഇപ്പോൾ ഒരാളെന്നെ തല്ലാൻ വരുന്നതോ കൊല്ലാൻ വരുന്നോ ഉപദ്രവിക്കുന്നതോ ഗോസിപ്പ് പറയുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് അപമാനിക്കുന്നു, ആക്ഷേപിക്കുന്നു, ഇതൊന്നും അല്ല പോരാട്ടം. പോരാട്ടം എന്ന് പറയുന്നത് അന്നേരം എനിക്ക് അവരോടുള്ള മനോഭാവത്തിലാണ് ഇരിക്കുന്നത്, മൈൻഡിലാണ്. ഞാൻ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത് എന്നുള്ളതാണ് പോരാട്ടം. എന്നോടുള്ള ആത്മീക പോരാട്ടം എന്ന് പറയുന്നത് എൻ്റെ മൈൻഡ് എങ്ങോട്ട് ബെൻഡാകുന്നു, ഈ കഷ്ടതയുടെ നടുവിൽ, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ നടുവിൽ, അല്ലെങ്കിൽ ദൈവം നൽകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ എൻ്റെ മൈൻഡ് എങ്ങോട്ട് ബെൻഡാകും എന്നുള്ളതാണ് എൻ്റെ പോരാട്ടം. അവിടെയാണ് ഞാൻ പോരാടേണ്ടത്, അവിടെയാണ് ഫെയ്ത്ത് അപ്ലൈഡ് ആകുന്നത്. സോ ദ പോരാട്ടം ഈസ് മോസ്റ്റ്ലി ഇൻ ദ മൈൻഡ്, അവർ തോട്ട് പ്രോസസ്സസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ചിലതൊക്കെ നമ്മൾ ഹെൽപ്ലെസ്സുമാണ്. ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒത്തിരി തോട്ട് പ്രോസസ്സ് നമുക്കുണ്ട്. വി ആർ ഹെൽപ്ലെസ് ഇൻ ദോസ് ഏരിയാസ്. അത് അങ്ങനെ അങ്ങ് വരുവാണ്. So this is a huge warfare. We will look into it in more detail another time. അപ്പോൾ ഈ വിശ്വാസവും ഈ പുതിയ ജീവനും ഈ പുതിയ കവനന്റെ അടിസ്ഥാനമായിട്ടുള്ള റിക്വയർമെന്റ്സ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈസ്റ്റ് ലൈക്ക് ലൈഫ്, ഇതെല്ലാം നമ്മുടെ റിക്വയർമെന്റ്സ് ആണ്. അതേസമയത്ത് ഇത് യേശു കർത്താവ് നമുക്കായിട്ട് എനേബിളിംഗ് ഗ്രേസ്, അതായത് നമ്മളെ അവൻ അതിന് പ്രാപ്തനാക്കുകയും അവൻ നമുക്ക് പകരക്കാരനായി നിവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഉടമ്പടിയുടെ ചില പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് ഉടമ്പടിയുടെ പ്രത്യേകതകൾ? അനേകം റെഫറൻസസ് ഉണ്ട് കേട്ടോ ഇതിന്. ഞാൻ അതേ റെഫറൻസിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, 1-2 റെഫറൻസസ് പ്രോമിസസിനെ കുറിച്ച് ഉണ്ട്. നമുക്ക് ഈ രക്ഷയുടെ വാഗ്ദത്തങ്ങൾ, എഫേസ്യ ലേഖനത്തിലെ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, കർത്താവിന്റെ തേജസ്, നിത്യമായ പ്രത്യാശ, അതുപോലെ നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ ആദ്യത്തെ ഭാഗം എനിക്ക് തോന്നുന്നു 16-17 ഭാഗത്താന്ന് തോന്നുന്നു. നാം മക്കളെങ്കിലും അവകാശികളാണ്. അപ്പം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. ദീസ് ആർ ദ പ്രോമിസസ്. ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ എല്ലാ ധനവും നമുക്ക് പ്രോമിസസ് ആണ്. അതുകൊണ്ട് 2 പത്രോസ് 1:3 പറഞ്ഞിരിക്കുന്നത് അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നവന്റെ പരിജ്ഞാനത്തിൽ അവൻ വേണ്ടതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. അതിമഹത്തായ വാഗ്ദത്തങ്ങളെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളാൽ നമ്മൾ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടുവാൻ വേണ്ടി ധൈര്യപ്പെടുന്നു. അങ്ങനെ ഒരു ഓട്ടം നമുക്ക് ലഭിക്കുന്നത് തന്നെ ഈ വാഗ്ദത്തങ്ങളുടെ മനോഹരത കാരണം. ജർമ്മനി പോകാൻ, അമേരിക്കയിൽ പോകാനൊക്കെ ആൾക്കാർ എന്തുമാത്രം, കാനഡയിലൊക്കെ പോകാൻ വേണ്ടി പിള്ളേർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു, രാത്രി ഒന്നും പകരുന്നില്ല, ഒരു കുഞ്ഞു പ്രോമിസിന് വേണ്ടി, കുറച്ച് നാള് എൻജോയ് ചെയ്യാൻ വേണ്ടി.
അപ്പോൾ നിത്യമായ ഒരു പ്രോമിസ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടും, ഓടും, അതിന്റെ പിന്നാലെ നടക്കുക, വേറൊന്നും ചിന്തിക്കത്തില്ല. ഈ പ്രവൃത്തി ആ പ്രോമിസാണ് ആ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഇത്ര വലിയൊരു പ്രോമിസ് നമുക്ക് ലഭിച്ചു കഴിയുമ്പം ഇതാരും പറയേണ്ട കാര്യമില്ല, ഇത് എന്റെ ഉള്ളിൽ തീ പിടിക്കുന്ന പോലെയാണ്. കർത്താവ്, ഇത്രയും വലിയൊരു ബ്ലെസ്സിങ് എനിക്ക് മിസ്സായി പോകരുത്. അങ്ങനെ ഒന്നും വേണ്ട. കല്യാണത്തിന് ക്യൂ നിൽക്കുമ്പം അവിടുത്തെ മെയിൻ ഫുഡ് എല്ലാം തീർന്നു പോകുന്നൊരു ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ ക്യൂവിൽ നല്ല ഇടിയായിരിക്കും. കാരണം എന്താ, ഇത് എങ്ങനെയെങ്കിലും പ്രാപിക്കണം എന്ന് അവർക്ക് തോന്നുവാണ്. ഏത് കാര്യം അതെ, ഏത് വാഗ്ദത്തങ്ങളും അങ്ങനെയാണ്. ഈ തീർന്നു പോകുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പണ്ട് ഓടിക്കൊണ്ടിരുന്നത് തീർന്നു പോകുന്നതിന് മുമ്പ് എടുക്കാൻ വേണ്ടിയാണ്. ആ വാഗ്ദത്വമാണ് നമ്മളെ സ്പീഡ് കൂട്ടിക്കുന്നത്, ഭയങ്കര സ്പീഡിൽ പറപ്പിക്കുന്നത്. എന്താണ് വാഗ്ദത്വം? അപ്പൊ സ്വർഗത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ ആ വാഗ്ദത്തത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ പറക്കും, ഓടും. കാരണം ആ ഓട്ടം ഉണ്ടാക്കുന്നത്, ആ മോഹം ഉണ്ടാക്കുന്നത് ഈ വാഗ്ദത്തങ്ങളുടെ പവറാണ്. അതുകൊണ്ടാണ് 2 പത്രോസിൽ പറയുന്നത്, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത് കൊണ്ട് ഇവയാൽ നമ്മൾ ഈ ലോകത്തിന്റെ മോഹം ഉണ്ടാകുന്ന നാശം വിട്ട് ഓടും. ദിവ്യ സ്വഭാവത്തിൽ പങ്കാളിയായി തീരാൻ വേണ്ടിയാണ് ഈ പ്രോമിസസ് വെച്ചിരിക്കുന്നത്. ആ പ്രോമിസസ് ഈ കവനന്റിന്റെ പ്രോമിസാണ്. ഈ കവനന്റിന്റെ പ്രോമിസാണ്, ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങളാണ് നമ്മളെ ഓടിപ്പിക്കുന്നത്. നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഞാൻ ഈ കഴിഞ്ഞ 3-4 ദിവസം ഓർത്തു, കർത്താവേ, ഒരു ബ്രേക്ക് ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശേഷം, തമിഴ്നാട്ടിലും ഇവിടെ വന്ന ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുപോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് റണ്ണിങ് ആയിരുന്നു. ഇനി ഞാൻ കുറച്ച് ദിവസം സ്വസ്ഥമായി റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിരിക്കുക. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റെസ്റ്റ് അല്ല, കുറച്ച് റൈറ്റിംഗ് വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പൂർത്തിയാക്കാൻ കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട്. അപ്പം ഈ മാർച്ച് മാസം 1ാമത് എക്സാമിനേഷൻ മന്തും കൂടെ ആയതുകൊണ്ട് ഐ ഡിസൈഡഡ് ടു സ്പെൻഡ് സം ടൈം അറ്റ് ഹോം. അപ്പോൾ അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് എവിടെയെങ്കിലും നിർത്തുമോ? നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ 4 പേര് വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു കമ്പൽഷൻ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് തോന്നത്ത് പോലുമില്ല. ഈ റെസ്റ്റ് എന്നൊക്കെ ഇപ്പൊ പറയും, ഞാൻ പല പ്രാവശ്യം തീരുമാനിച്ചു, പക്ഷെ നടന്നിട്ടില്ല, നടക്കില്ല. കാരണം ആ സമയമാകുമ്പോഴേക്കും ആരെങ്കിലും എവിടെയെങ്കിലും വിളിക്കും. ഞാൻ ബിസിയാന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ ഞാൻ സംസാരിച്ച സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ചർച്ചക്കാര് കൺവെൻഷനായിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടി, നാട്ടിൽ മുഴുവൻ കേൾക്കുന്ന പോലെ സ്പീക്കർ വെച്ച് ഒരു ദേശത്തോട് മൊത്തമാണ് ഇന്നലെ സംസാരിച്ചത്. അങ്ങനെ ഒരു മീറ്റിംഗ് ഒഴിവാക്കിയിട്ട് ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പൊ റെസ്റ്റ് എന്നൊക്കെ എന്റെ മനസ്സിലുണ്ട്, അതും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഈ ഓട്ടം എന്ന് പറയുന്നത് നിർത്താൻ പറ്റാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളിങ്ങിന്റെ ആ ഒരു 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 എന്താ പറയുക, ബേർഡനാണ്. അത് വേറൊരു വഴിയുമില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിയിരിക്കും. റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഓടാതിരിക്കാൻ പറ്റത്തില്ല. പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ പ്രവൃത്തി വേണ്ട എന്നുള്ള പറയുന്നത്. ഞാൻ പറയും, ഞങ്ങൾ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം ഞങ്ങളല്ല, ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പിള്ളേർ പോകുന്ന പോലെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യപ്രവൃത്തിയിലോട്ട് അവർ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ദൈവം എവിടെയെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ, അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം മാറി. വെൻ ഗോഡ് ഈസ് ടേക്കിംഗ് യു, ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ദൈവം ഇന്നലെ ഒരു മോഹൻ എന്നോട് പറഞ്ഞു, എനിക്ക് മിഷണറി ആയിട്ട് പോകണം, എങ്ങോട്ടെങ്കിലും പോകണം. ഞാൻ അവരെ കണക്ട് ചെയ്ത് കൊടുത്തു. ഇതെങ്ങനെയാണ് വരുന്നത്? അവന് പാഷൻ അടക്കാൻ പറ്റുന്നില്ല. ഹി വാണ്ട്സ് ടു ഗോ. അവന് വേറൊന്നും കൊണ്ട് പറ്റുന്നില്ല. ഗോഡ് ഈസ് മേക്കിംഗ് ഹിം റൺ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ റിക്വയർമെന്റ്സ് വരുമ്പോഴേക്കും നമുക്ക് കർത്താവിന്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ലൈൻ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ദർ ഇസ് ആൻ അട്രാക്ഷൻ, എ പവർഫുൾ അട്രാക്ഷൻ. ഈ പ്രോമിസസിന് അങ്ങനെ ഒരു ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. ഞാൻ ഇത് ഇങ്ങനെ ചിന്തിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഥ കേട്ടതാണ്. ഇത് റിയലി സംഭവിച്ചാണെന്ന് അറിയത്തില്ല. പണ്ട് ഇന്ത്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സി അച്യുതമേനോൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, CPI. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സുവിശേഷകൻ ചെന്നിട്ട്, കർത്താവ് വരാറായി, രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുത്തു. പുള്ളി അയാളെ തിരിച്ചു വിളിച്ചിട്ട് അയാളുടെ ചോദിച്ചു, നിങ്ങൾ ശരിക്കും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്? പുള്ളി പറഞ്ഞു, ഉണ്ട് ഞങ്ങൾ. ആ പുള്ളി പറഞ്ഞു, എത്രയും പെട്ടെന്ന് കർത്താവ് വരും, ഭൂമി എല്ലാം അപ്രത്യക്ഷമാകും എന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ വന്ന് എന്നോട് സംസാരിക്കില്ല. നിങ്ങൾ ആലറി വിളിച്ച് ലോകം മുഴുവൻ നടക്കും. ഇതാ വരുന്ന ഒരു ഭയങ്കര അത്ഭുതം വരുന്നു, ഒരു ഉൽക്ക വരുവാന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നമ്മൾ ഓടിപ്പാഞ്ഞ് അല്ലെ, എന്ത് സെക്യൂരിറ്റി ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ കർത്താവ് വരുമെന്ന് ശരിക്കും വിശ്വസിച്ചാൽ
ഉടനെ വരുമെന്ന് ശരിക്കും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കും? നമ്മുടെ മൈൻഡ് ഫയർ ആയിരിക്കും. പുള്ളി പറഞ്ഞു നിങ്ങൾ ശരിക്കും അത് വിശ്വസിക്കുന്നില്ല എന്ന് പുള്ളി പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ കേട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഡയറി നോക്കിയപ്പോൾ അദ്ദേഹം ഒത്തിരി ബൈബിൾ വചനങ്ങളും വിശ്വാസത്തെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിരുന്നതെന്ന് ഞാൻ കേട്ടു. ആരാ? ഈ മുഖ്യമന്ത്രി. അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി ഓഫ് ഇന്ത്യ 10 ഫേമസ് ക്രിസ്ത്യൻസ് ലിസ്റ്റിനകത്ത് ഈ പുള്ളിയെ ഉൾപ്പെടുത്തിയത്. അതുപോലെ കെ എൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞൊരു ഒരു ഹാർട്ട് സർജൻ, ഇങ്ങനെ കുറെ ആൾക്കാരെ ക്രിസ്ത്യൻസിന്റെ ലിസ്റ്റിൽ നിന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്കിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു, ഈ ശരിക്കും നമുക്കൊരു പാഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. വെൻ ക്രൈസ്റ്റ് റിവീൽസ് ഹിംസെൽഫ് ഇൻ us, ഓക്കെ, നമുക്ക് നമ്മളോട് ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്ന് പറയേണ്ട കാര്യമില്ല. ബിക്കോസ് the force of the promises are so intense. The force of the promises would lead you or take you there. അത് മാനുഷികമല്ല. അതുകൊണ്ടാണ് ഇവിടെ റിക്വയർമെന്റ്സ് ഉണ്ട്. ഈ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുന്ന കർത്താവ് തന്നെയാണ് നമ്മളിൽ അത് പൂർത്തിയാക്കുന്നത്. അവൻ അവിടെ പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, ആ പാർട്ടിസിപ്പേഷൻ ഇൻ ഹിസ് വർക്ക് ഹി ഗീവ്സ് us ബൈ ഹിസ് ഗ്രേസ്. ഓക്കെ, അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഒരു കവനന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് അവസാനം വരെ, ആദ്യം മുതൽ അവസാനം വരെ കൃപയാണ്. നോട്ട് അബൌട്ട് എനിത്തിങ് ദാറ്റ് മാൻ ഡസ്, കൃപയാണ്. That's why this is called the covenant of grace. കൃപയുടെ ഉടമ്പടി, കൃപയാൽ ഉണ്ടായ ഉടമ്പടി. അതുപോലെ തന്നെ അത് നിത്യമാണ്. കാരണം ഇത് നിത്യമായ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. അപ്പോൾ നിത്യമായ ഉടമ്പടി, ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരുന്ന, അപ്പൊ ഇതുകൊണ്ട് ഈ കവനന്റിന്റെ എല്ലാ ബെനിഫിറ്റ്സും നിത്യമാണ്, റിക്വയർമെന്റ്സും നിത്യമാണ്, ഇതിന്റെ എക്സിക്യൂഷനും നിത്യമാണ്. അപ്പൊ കർത്താവിന്റെ യാഗമാണ് ഇതിന്റെ ഫൗണ്ടേഷൻ. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നീട് കാണാം. ഈ യാഗത്തിന്റെ നിത്യമായ ഒരു യാഗമായതുകൊണ്ട് ആ യാഗത്തിലൂടെയുള്ള രക്ഷയും നിത്യമാണ്. പിന്നെ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ദൈവം നടത്തുന്നതായതുകൊണ്ട് ഇതിന്റെ പ്രോമിസസിന് മേലെ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതുമാണ്. ഇറ്റ്സ് നോട്ട് ഫോർ എവരിവൺ, ഫോർ ഓൺലി ദോസ് ഹു ബിലീവ്. നമുക്ക് ഇതൊക്കെ കവനന്റിന്റെ പ്രത്യേകതയാണ്. ഇത് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ഈ കവനന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ആരെല്ലാം വിശ്വസിക്കുന്നോ അവരെല്ലാവരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവവുമായി ഐക്യമായ ഒരു സമരസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. ദാറ്റ് മീൻസ് ആരെല്ലാം ഈ കവനന്റിന്റെ ഭാഗമാണോ അവരെല്ലാവരും ഒരു ശരീരമാണ്, യേശു ക്രിസ്തുവിന്റെ ശരീരമായി. ദർ ഇസ് വൺ യൂണിറ്റി. ക്ലാസ്, കാസ്റ്റ്, കളർ, ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ഇല്ലാതെ മനുഷ്യരെ, തെരഞ്ഞെടുക്കപ്പെടുന്നവരെ, വിശ്വസിക്കുന്നവരെ, ഇറ്റ്സ് എ പർട്ടിക്കുലർ കവനന്റ്. അതായത് ആരൊക്കെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള കവനന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവനന്റിനെ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ പറയുന്നത്, അൺകണ്ടീഷണൽ കവനന്റ്. അൺകണ്ടീഷണൽ ആണ് വിത്ത് റെസ്പെക്ട് ടു മാൻ. ബട്ട് ദൈവത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് അൺകണ്ടീഷണൽ അല്ല. ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ഓൺ ദ മെറിറ്റ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മെറിറ്റിന്മേൽ ആധാരിതമാണ് ഈ കവനന്റ്. നമ്മൾ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ഉടമ്പടി യേശു ക്രിസ്തുവിന്റെ മെറിറ്റിന് മേൽ ആധാരമാണ്. നമ്മളിൽ ആധാരിതമല്ല, അത് യേശു ക്രിസ്തുവിന്റെ മെറിറ്റിന്മേൽ ആധാരിതമാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ഇതിന്റെ എല്ലാം കുറച്ച് റെഫറൻസസ് ഞാൻ പറയാം, നിങ്ങൾ സ്വസ്ഥമായിട്ട് വായിച്ചു നോക്കുക. ഇത് പൂർണ്ണമായും ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഫ്രീ ആയിട്ട് അവന്റെ പരമാധികാരത്തിൽ അവൻ നമുക്ക് നൽകിയിട്ടുള്ള കവനന്റാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഇത് കണ്ടീഷണൽ കവനന്റുമാണ്, അതുപോലെ തന്നെ അൺകണ്ടീഷണൽ കവനന്റുമാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചത് പ്യുവർലി അൺകണ്ടീഷണൽ കവനന്റ് ആണ്. എന്നാൽ ദൈവത്തിന്റെ എക്കണമിയിൽ ഇത് കണ്ടീഷണലാണ്, കണ്ടീഷണൽ ഓൺ ക്രൈസ്റ്റ്സ് മെറിറ്റ്. കാരണം നമ്മുടെ മെറിറ്റ് നോക്കി കവനന്റ് ഒരിക്കലും വെക്കാൻ പറ്റത്തില്ല. റിക്വയർമെന്റ്സ് ഹെവി ആയിരിക്കുകയും ചെയ്യും. സോ ഇറ്റ് ഹാസ് ടു ബി ഓൺ ദ ബേസിസ് ഓഫ് ദ മെറിറ്റ്സ് ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, ക്രിസ്തുവിന്റെ മെറിറ്റിൽ ആധാരിതമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു, നമ്മുടെ പേരുള്ള ന്യായവിധി അവൻ എടുത്തു മാറ്റി, നമ്മൾ ചെയ്ത തെറ്റുകളുടെ കുറ്റം അവന്റെ മേലായി.
ഗിൽറ്റ്. ഹി ക്യാരിഡ് ദ ഗിൽറ്റ് ഓഫ് അവർ സിൻസ്. നമ്മുടെ പാപങ്ങളുടെ കുറ്റം, ഈ കുറ്റം അവന്റെ മേലായി. അങ്ങനെ കർത്താവ് അവന്റെ രക്തത്താൽ ഈ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി മാറി. ഹി ബിക്കെയിം ദ മീഡിയേറ്റർ ഓഫ് എ ബെറ്റർ കവനന്റ്. ഓക്കെ, ഇത് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. 1 തിമോത്തിയോസ് 2:5 നിങ്ങൾക്ക് വായിക്കാം, പിന്നീട് വായിക്കാം. എബ്രായർ 8:6, 9:15, 12:24. ഈ എബ്രായ ലേഖനത്തിന്റെ കമന്ററി, അതായത് വേഴ്സ് ബൈ വേഴ്സ് കമന്ററി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. അത് പുസ്തക രൂപത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം എബ്രായ ലേഖനവും പുസ്തകമായിട്ട് റിലീസ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഉടനെ തന്നെ. അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ പുതിയ ഉടമ്പടിയുടെ മീഡിയേറ്ററും, യേശു ക്രിസ്തു ഈ എന്താ പറയുന്നത്, ഇതിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രതിനിധിയുമായിട്ട്, മനുഷ്യന്റെ പ്രതിനിധിയായും അതേസമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രതിനിധിയായും ഈ ഉടമ്പടിയുടെ മഹാപുരോഹിതനായും യാഗമൃഗമായും ഒരേ സമയത്ത് യേശു ക്രിസ്തു നിൽക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് എന്തൊക്കെ ചെയ്തെന്നറിയാമോ? അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു, പാപത്തിന്റെ പെനാൽറ്റി അടച്ചു. ഓക്കെ, കുറ്റത്തെ, നമ്മുടെ അതിന്മേലുള്ള കുറ്റം കർത്താവ് എടുത്തു മാറ്റി. അതുപോലെ നിയമത്തെ നിവർത്തിച്ചു. അതുപോലെ നമുക്കും ദൈവവുമായി എന്നേക്കുമായി സമാധാനം ഉണ്ടാക്കി. ഇതാണ് ഈ കവനന്റിലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. ഹി ക്യാരിഡ് അവർ സിൻസ് ആൻഡ് ഗിൽറ്റ്. ഓക്കെ, paid the penalty of our sins, fulfilled the law of God, and then gave us peace with the Father. പിതാവിന്റെ അടുക്കിലേക്ക് ഏത് സമയത്തും സമാധാനത്തോടെ കടന്നു ചെല്ലുവാനുള്ള ഒരു അവകാശം ഈ കവനന്റിനാൽ നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. ദിസ് ഈസ് റിയലി ഫോർ us unconditional grace, unconditional election, unconditional പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവം നമുക്ക് വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തെ ക്രിസ്തുവിലൂടെ കാണിച്ചു തന്നു. എങ്ങനെയാണ് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നതെന്ന് കാണിച്ചു തന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുവാൻ തന്റെ പുത്രനെ വിടുകയാണ്. അവൻ തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. റോമാലേഖനം 5-ാം ആദ്യ ഭാഗങ്ങൾ. ദൈവത്തിന്റെ സ്നേഹം ഈ കവനന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, നമുക്കതിന്റെ റോമാലേഖനം 5-ാം വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. റോമർ 5:10. ആരുടെയും കയ്യിലുണ്ടോ? ഞാൻ വായിക്കാം. റോമർ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയും ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, അത് നമ്മൾ അവസാനം പറഞ്ഞു, പീസ് വിത്ത് ഗോഡ്, നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. ഇത് നമ്മൾ കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞു, കൃപയുടെ ഉടമ്പടി. ഇത് നമ്മൾ ധ്യാനിക്കും തോറും, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ധ്യാനിക്കും തോറും നമുക്ക് ആ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശ്വാസം വചനത്തിന്റെ കേൾവിയാലും വചനത്തിന്റെ ധ്യാനത്താലും നമ്മിൽ വർദ്ധിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ അടിസ്ഥാന വേദ വിഷയങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും, വിചാരിച്ചാൽ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഫൗണ്ടേഷൻസ് മാത്രമല്ല, ഭേദാഭേദങ്ങളെ വിവേചിക്കാനും കൂടെ, ആ ഭേദങ്ങൾ വരുമ്പോൾ എവിടെയാണത് വരുന്നതെന്ന് മനസ്സിലാക്കാനും കൂടെ നമുക്ക് കഴിയണം. അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ലെങ്കിൽ ഇൻ ദ ലോങ് റൺ നമ്മൾ തെറ്റിനകത്ത് അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും, ഉപദേശിക്കുന്നവർ പ്രത്യേകിച്ചും, ഉപദേശങ്ങളിൽ ക്ലിയർ ആകുവാൻ, പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ 39 വീഡിയോസ് ഉണ്ട്. ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട്, വലിയ വലിയ വീഡിയോസ് ഉണ്ട്. കാരണം ഞായറാഴ്ച എനിക്ക് കിട്ടുന്ന, ഈ തിങ്കളാഴ്ച രാവിലെ എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ചാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് നിങ്ങളൊന്നും കൂടെ കേൾക്കണം.
കാരണം അത് ഞാൻ പഠിപ്പിച്ചെടുത്ത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. ദാറ്റ്സ് വാട്ട് വി കോൾ ദി റിഫോംഡ് ടീച്ചിങ്, ദി ഡോക്ട്രിൻസ് ഓഫ് ദ ബൈബിൾ, അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസ്. അതിന്റെ എക്സ്പോസിഷൻ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. വീണ്ടും ഒന്നുകൂടെ കേൾക്കണം. നിങ്ങൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായ പരിശീലനം ഇല്ലാത്തവരാണെങ്കിൽ യു ഹാവ് ടു ലിസൺ ടു ദാറ്റ് അഗൈൻ ആൻഡ് അഗൈൻ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പണ്ട് പുസ്തകങ്ങൾ വായിക്കാത്ത ഒരു വലിയൊരു പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. അത് ഈ അടിസ്ഥാനങ്ങൾ വചനത്തിൽ നിന്ന് മാത്രം എക്സിജിറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ദൈവം അങ്ങനെ എന്നെ ഏൽപ്പിച്ചിരുന്നത്. അത് ബാക്കിയുള്ളവർക്ക് ബാധകമല്ല. യു ഗോ എഹെഡ് ആൻഡ് റീഡ്. ഓക്കെ, അനേകം വിശുദ്ധന്മാർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക, ബൈബിൾ വായിക്കുക, അതിനേക്കാളൊക്കെ ഒരു ബൈബിൾ വായിക്കുക, ധ്യാനിക്കുക. പ്രസംഗം കേട്ടാലേ ചില ആൾക്കാർക്ക് ഇപ്പം മനസ്സിലാവുള്ളൂ എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ വരരുത്. പ്രസംഗം കേൾക്ക്, എന്നിട്ട് നിങ്ങൾ തന്നെ പോയി ബൈബിൾ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഒരു നോട്ട്ബുക്ക് കയ്യിൽ വെച്ചിട്ട് എന്താണ് കർത്താവ് പറഞ്ഞതെന്ന് എഴുതി വെക്കുക. ഡെഫിനറ്റ്ലി അത് വലിയൊരു അത്ഭുതമായിരിക്കും. കാരണം എന്നോട് സംസാരിച്ച അതേ രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും കർത്താവിന് പറ്റും. എല്ലാ മക്കളോടും സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന കവനന്റ് ഓഫ് ഗ്രേസ് കർത്താവ്, ഞങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുന്ന വാഗ്ദത്തങ്ങളിലൂടെ ഞങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, ഞങ്ങളുടെ എല്ലാ റിക്വയർമെന്റ്സും ഞങ്ങൾ ചെയ്യേണ്ടതിനെല്ലാം ഞങ്ങൾക്ക് പകരമായി തന്റെ പുത്രനെ തന്നെ അയച്ച് അത് പൂർത്തിയാക്കി, റിക്വയർമെന്റ്സും പൂർത്തിയാക്കി, അനുഗ്രഹങ്ങളും പൂർത്തിയാക്കി കർത്താവ് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് അത് ദാനമായി നൽകുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഇങ്ങനെ ഒരു മനോഹരമായ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.